സ്നേഹസാഗരമേ കാരുണ്യവാരിധി വാണരുളേണമേ എന്നുള്ളിൽ എന്നും ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളിയിടണമേ എന്നെ നീ കാത്തരുളിയിടണമേ. സ്നേഹസാഗരമേ കാരുണ്യവാരിധി വാണരുളേണമേ എന്നുള്ളിൽ എന്നും ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളിയിടണമേ എന്നെ നീ കാത്തരുളിയിടണമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തെ അന്വേഷിക്കുന്നതിലും ആരാധിക്കുന്നതിലും നമുക്ക് എത്രമാത്രം നിഷ്ഠയുണ്ട്. ഇന്ന് മിക്കവർക്കും വിവിധ ലക്ഷ്യങ്ങൾ ആണ് ഉള്ളത്. ദൈവത്തെ ആരാധിക്കണം, ധനം സമ്പാദിക്കണം. കർത്താവ് പറഞ്ഞത്, 2 യജമാന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. മത്തായി 6:24. ഇവിടെ മാമോൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എബ്രയ ഭാഷയിൽ മാമൻ എന്ന വാക്കിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നാണ്. ഈ അർത്ഥത്തിൽ നിന്ന് ബാങ്കിൽ സൂക്ഷിപ്പാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വസ്തു, അതിന് ധനത്തിന് മാമോൻ എന്നു പേരായി. കാലങ്ങൾ പിന്നിട്ടപ്പോൾ അർത്ഥം മാറി. മനുഷ്യൻ തൻ്റെ വിശ്വാസം അർപ്പിക്കുന്ന വസ്തു എന്ന അർത്ഥമായി. സാവധാനം അതിന് ദൈവത്തോട് സമമായ സ്ഥാനം ലഭിച്ചു. ഒടുക്കം പലർക്കും അത് ദൈവമായി. അവസാനം മാമോനെ ദൈവമായി ആരാധിപ്പാൻ തുടങ്ങി. സ്ത്രീയക്കാരുടെ സമ്പത്ത് ദേവനാണ് മാമോൻ. യഹൂദന്മാർ മാമോൻ എന്ന വാക്ക് സമ്പത്ത് എന്ന വാക്കിൻ്റെ പര്യായമായി സ്വീകരിച്ചു. എന്നാൽ അവർ മാമോനെ ആരാധിച്ചില്ല. ഇപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, അതായത് സമ്പത്തിനെയും സേവിക്കുവാൻ കഴിയുകയില്ല എന്നാണ്. വിശ്വാസിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവൻ്റെ ലക്ഷ്യം ദൈവത്തെ മാത്രം സേവിക്കുക എന്നതാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള അന്വേഷണം നടത്തുമ്പോൾ ഒരു സംഗതി വ്യക്തമാകും. അതായത്, ബാഹ്യമായി മാത്രം ഞാൻ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനും ആന്തരികമായി ദൈവത്തെ മോഹിച്ച് സ്വാർത്ഥപൂർണനായി ജീവിക്കുന്നവനും ആകുന്നു എന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഏതിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകണം. ധനത്തിന് ജീവിതത്തിൽ നൽകേണ്ട സ്ഥാനം എന്തായിരിക്കണം? ഈ ലോകവും ലോകത്തിലുള്ള സർവ്വവും ദൈവത്തിൻ്റെതാകുന്നു എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമിയും അതിലുള്ള സകലതും സൃഷ്ടിച്ച ദൈവം മനുഷ്യന് എല്ലാറ്റിൻ്റെയും മേൽ അധികാരവും നൽകി. അതായത് തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിലയേറിയത് മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനെ അവഗണിച്ചോ നശിപ്പിച്ചോ നേടിയെടുക്കുന്ന ധനം ഒരിക്കലും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഈ ചിന്ത കർത്താവിൻ്റെ ഉപദേശത്തിൽ വളരെ വ്യക്തമാണ്. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അത് പ്രാവർത്തികം ആകുന്നില്ല. ധനം നല്ലതാണ് എങ്കിൽ തന്നെയും അത് അപകടകരമാകാം. ധനം സർവ്വതിന്മയ്ക്കും മൂലകാരണമാകാം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ദ്രവ്യാഗ്രഹം സർവ്വതിന്മയ്ക്കും കാരണമാകാം. ധനത്തിനായി ആഗ്രഹിക്കുന്നതും അധ്വാനിക്കുന്നതും കുടുംബത്തിൻ്റെയും സഹോദരവർഗത്തിൻ്റെയും സംരക്ഷണത്തിനാണെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ പ്രസ്തുത ശ്രമം സ്വന്തം ജീവിതം ഉല്ലാസകരമാക്കുന്നതിനും ആഡംബരപൂർണ്ണമാക്കുന്നതിനും ആണെങ്കിൽ, ജീവിതം ധനത്തിനു വേണ്ടിയും മാത്രമാകുന്നു എങ്കിൽ അത് അപകടമാണ്. അപ്പോൾ ധനം ദൈവത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളുടെ വളർച്ചയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. വചനം അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതിന് തടസ്സമായി ധനം നിൽക്കുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിക്കുന്നതിനുള്ള ശക്തി ധനത്തിനുണ്ട്. ധനത്തിൻ്റെ സ്വാധീനതയിൽ ആയിത്തീരുന്ന വിശ്വാസിക്ക് സ്വർഗരാജ്യം അവകാശമാകില്ല. കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്. നമ്മുടെ സമ്പത്ത് സാൻമാർഗികമായും ആത്മികമായും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാകണം. അതിന് കഴിയാതെ വരുമ്പോൾ സമ്പത്ത് അഥവാ ധനം നമ്മുടെ യജമാനന്മാരായിത്തീരും. നാം ധനത്തിൻ്റെ ദാസന്മാരായി തീരുകയും ചെയ്യും. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെയും മാമോനെയും സേവിക്കരുത് എന്നല്ല, പിന്നെയോ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല എന്ന്. അതായത് ദൈവത്തെയും മാമോനെയും ഒരേ വിധത്തിൽ സേവിപ്പാൻ കഴിയില്ല എന്ന അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം, അല്ലെങ്കിൽ മാമോനെ അല്ലെങ്കിൽ ധനത്തെ സേവിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ജീവിതത്തിൻ്റെ യജമാനൻ ആരാണ്? ദൈവമോ അതോ ധനമോ? ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതം നമ്മെ തിന്മയിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ ധനമായിത്തീരും. നാം ധനത്തിന് അടിമയായിത്തീരും. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ധനത്തിന് അടിമയായി തീർന്ന അനന്യാസിൻ്റെയും സഫീറയുടെയും ജീവിത അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത് പരിശുദ്ധാത്മാവിനോട് വ്യാജമായി തീർന്നു എന്ന ഇവിടെ പറയുന്നത് 5:3. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ ആരാണ് എന്ന് നാം കണ്ടെത്തണം. മാമോനെയും ദൈവത്തെയും ഒരേ വിധത്തിൽ യജമാന്മാരായി കൊണ്ടുപോകുവാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇരുതോണിയിൽ കാൽ ചവിട്ടി യാത്ര ചെയ്യുന്നവരായി നാം തീരും. ധനം നമ്മിൽ അധികാരം എടുക്കാതെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ വിറ്റുകൊടുക്കാം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണമേ. ആമേൻ. എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എങ്കിലും യേശുവേ, നിൻ മഹാകാരുണ്യം എന്നിലെ കൊഴുകിയല്ലോ. എന്നെ നിൻ സന്നിധി ചേർത്തുവല്ലോ. സ്നേഹസാഗരമേ, കാരുണ്യവാരിധി, വാണരുളേണമേ എന്നുള്ളിൽ എന്നും. ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളീ